കുട്ടേട്ടാ കുട്ടേട്ടോ വരി. ഇതാ വരുന്നു. എന്താ കുട്ടേട്ടാ കണ്ടത്തിൽ പണി? അത് കുറച്ച് വളരാനും കാര്യങ്ങളൊക്കെ. അല്ല കുട്ടേട്ടാ എന്തെങ്കിലും കാണണമെന്ന് പറഞ്ഞത്? പിന്നെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. എന്തിൻ്റെ? പൂരത്തിൻ്റെ ഒരു 10,000 നോട്ടീസ് അടിക്കണം. അതിനിപ്പോൾ ഏതാ നല്ല ആള്? അതിനിപ്പോൾ എന്ത് ഇത്ര ചോദിക്കാല്ലേ കുട്ടേട്ടാ? നമുക്ക് യൂസഫ് അലിക്ക് പ്രസ്സില്ലേ, നമുക്ക് ഓനെ പോയി ഏൽപ്പിച്ചാൽ പോരെ? കയറി ഈ കമ്മീഷൻ കിട്ടിയിട്ടാണ് 4 വിലസര ബീവറേജ്. ഈ പഹയൻ ഇവിടെ ഇല്ലേണാവോ? ഈ പഹയൻ ഈ കടയൊക്കെ അടച്ചിട്ട് എങ്ങോട്ടാ പോയിക്കണം? യൂസഫ് അലിയേ, ഈ പഹയണത് എവിടെ പോയി കിടക്കണം? എവിടെയെന്ന് രണ്ടെണ്ണം കണ്ടിട്ട് കുറെ കാലമായിക്കണല്ലോ. പിന്നെ ഞങ്ങളൊരു മലങ്കോളും കൂടെ വന്നിട്ടുള്ളത്. അതിപ്പോ എന്താ വലിയ മലങ്കോള്? പൂരത്തിനെ ഒരു 10,000 നോട്ടീസ് അടിക്കാൻ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഏതാ മണ്ണാർക്കാട് പൂരത്തിന്റെ? ഇതൊന്നല്ല. പിന്നെ എന്തെന്നെ ആണെങ്കിലും ഞാൻ ആ പരിപാടി നിർത്തി. അതെന്താ പറ്റി? പിന്നെ നമ്മളാ ഡിസൈനർ തണ്ടി ഉണ്ടായതല്ലോ, ഓൻ പറ്റിച്ചൊരു പണിയാ, അതോടെ കൂട്ടിക്കെട്ടേണ്ടി വന്നു. അതെന്തുണ്ടായി? ഇത് സംഭവം എന്താ വെച്ചാ പറയേ. കഴിഞ്ഞ പ്രാവശ്യമേ ഇതേമാതിരി അമ്പലത്തിന്റെ പൂര കമ്മിറ്റിയുടെ ഒരു ബൾക്ക് ഓർഡർ കിട്ടി. ആ സമയത്താണ് ഈ പ്രശ്നം ഉണ്ടായത്. ഏത് അമ്പലം? എന്ത് പ്രശ്നം? ചതയംകുളങ്ങര ദേവി ക്ഷേത്രം. പ്രശ്നം എന്താ ഉണ്ടായത് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അമ്പല കമ്മിറ്റി അതിന്റെ മാറ്ററും കാര്യങ്ങളൊക്കെ തന്നു. എന്നിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഉദ്ഘാടനത്തിന് വരുന്നത് മിയ ജോർജാണ്. അപ്പോൾ മിയയുടെ ഫോട്ടോ ഒക്കെ ഉള്ള സ്വാഭാവികമായിട്ട്. അതിൽ ഞാൻ ഈ ഡിസൈനർ ചെറുക്കനോട് പറഞ്ഞിരുന്നു ഈ മിയയുടെ ഫോട്ടോ വെക്കാൻ പറഞ്ഞു. ഈ മിയയുടെ ഫോട്ടോ വെക്കാൻ പറഞ്ഞപ്പോൾ ഈ പഹേനെന്താ കാട്ടിക്കാൻ അറിയാം. മിയ ജോർജിൻ്റെ ഫോട്ടോ വെക്കേണ്ടതിന് പകരം മിയ ഖലീഫയുടെ ഫോട്ടോ വെച്ചു. 10,000 പോസ്റ്റർ ചട പറയാൻ അടിച്ചു തീർക്കുകയും ചെയ്തു. പൂര കമ്മിറ്റി വന്ന് തച്ചിട്ട് 2 ആഴ്ചയാണ് ഹോസ്പിറ്റലിൽ കടന്നത്. ആരാണ് ഈ മിയ ഖലീഫ? ഒരു ഫോട്ടോ മാറി വിചാരിച്ചിട്ട് ഇപ്പോൾ തലയുടെ ആവശ്യമൊക്കെ ഉണ്ടോ? മിയ ഖലീഫാനെ അറിയാത്തൊരു തന്ത. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം മിയ ഖലീഫാന്റെ ഫോട്ടോ വെച്ചിട്ട് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നില്ല. കാരണം ഇത്രയും നല്ലൊരു ദൈവഭക്തിയിലാണ് ഞാൻ വേറെ കണ്ടിട്ടില്ല. അതെന്താ ദൈവഭക്തി ഉണ്ട് പറഞ്ഞത്? ഓ മൈ ഗോഡ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ദൈവത്തിനെ വിളിക്കുന്ന വേറൊരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള വലിയ വെടിനാല് ചെറിയ വെടിനാല്